പ്രിയപ്പെട്ടവരെ, നടി ഹണി റോസിനെതിരായ അശ്ലീല കമന്റിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചെസ് നമ്പർ 1 കമോൺ. പനങ്ങാട് നിന്നാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പ്രതി അല്പസമയത്തിനകം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. സൈഫുനീസ അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. ആദ്യത്തെ ചെസ് നമ്പർ വന്നിരിക്കുന്നു. ആരാണ് ആദ്യത്തെ ഭാഗ്യവാൻ? ഇത് ആരാണെന്നുള്ളത് നമുക്ക് പോലീസ് വ്യക്തമാക്കുന്നില്ല. സ്റ്റേഷനിൽ എത്തിയ ശേഷം പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാം എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. പനങ്ങാട് നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 30 പേരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിൽ ഏറ്റവും അടുത്തുള്ള ആൾ എന്ന രീതിയിലാണ് ഇപ്പോൾ പനങ്ങാട് നിന്ന് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് പ്രതികളുടെ അറസ്റ്റും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ ഹണി റോസിന്റെ പരാതിയിൽ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമല്ലേ പരാതി? അതെ, തീർച്ചയായും സ്ത്രീത്വത്തെ അപമാനിച്ചു, സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശം കമന്റ് ഇട്ടു എന്നടക്കമുള്ള പരാതികളിലാണ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ 30 പേർ മാത്രമല്ല ഈ പ്രതിപട്ടിക കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വാർത്തകൾക്ക് പിന്നാലെയും ഹണി റോസിനെ അപമാനിച്ച് ആരെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കാനാണ് സെൻട്രൽ പോലീസിന്റെ തീരുമാനം. ഹണി റോസ് രണ്ടും കൽപ്പിച്ചാണ്, ഇത് വിടുന്ന ലക്ഷണമില്ല. തീർച്ചയായും അരുൺകുമാർ, കാരണം ഹണി റോസ് പറയുന്നത് തന്നെ കുറച്ച് അധികം കാലമായി ഇത്തരം മോശം കമന്റുകൾ വരുന്നുണ്ട്. ആ കമന്റുകളോട് താൻ പ്രതികരിക്കാതിരിക്കുമ്പോൾ അത് താൻ ആ കമന്റുകളെയൊക്കെ എന്റർടൈൻ ചെയ്യുന്നു എന്ന തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിലവിൽ പരാതിയുമായി ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഈ പരാതി കൊടുക്കാൻ ഹണി റോസ് തയ്യാറായത് എല്ലാ അതിരുകളും വിട്ട ചില പരാമർശങ്ങളും പദപ്രയോഗങ്ങളും ഈ ഫേസ്ബുക്കിലടക്കം സജീവമായ ഒരു സാഹചര്യത്തിലാണല്ലേ സൈഫുനീസ? ഈ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വ്യവസായി അടക്കം പരസ്യമായി അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പരസ്യമായി മോശം കമന്റ് പറയുമ്പോഴും ഹണി റോസ് അത് അവഗണിച്ച് തികഞ്ഞ അവഗണിച്ച് കളയുന്നതാണ് കണ്ടത്. പക്ഷെ പിന്നീട് വീണ്ടും ആവർത്തിക്കുന്നതായിരുന്നു. അത് കൂടാതെ ഇവരുടെ ഫേസ്ബുക്കിൽ വന്ന ആളുകൾ കമന്റ് ഇടുന്നു. ഇവരുടെ വസ്ത്രധാരണവും ഇവരുടെ ജീവിത രീതിയും എല്ലാം ഇവരുടെ മാത്രം അവകാശമാണ്. തീർച്ചയായിട്ടും അതിനകത്തൊരു സംശയമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ നാൽക്കവലകളിലിരുന്ന് നാലുപേര് ഇതേപോലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളും കമന്റുകളും ഒക്കെ അടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ്. അതൊക്കെ നിങ്ങൾ നടത്തിയാൽ ആ ഇരിക്കുന്ന 3 പേര് മാത്രമേ കേൾക്കൂ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, നാട്ടുകാർ മുഴുവൻ കാണുകയല്ലേ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിൻ്റെ പേരിലാണ് കേസ്. ഈ ചുമ്മാ ഇരുന്ന് ചില സമയത്ത് ഞരമ്പിലൂടെ ഇങ്ങനെ രക്തം ഒഴുകുന്ന സമയത്ത് തോന്നുന്ന ചില വിക്രിയകളാണ്. എന്തായാലും ഉണ്ടതില്ല. 10 പേരല്ല 30 പേരാണ്. ഇനിയും ഒരുപക്ഷെ പട്ടിക നീളാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പൊതുയോഗത്തിൻ്റെ ആൾ ജയിലിൽ പോവേണ്ടി വരും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹണി റോസിൻ്റെ പേരിൽ അനാവശ്യമായ കമൻറ്റുകൾ നിങ്ങൾ ഇടാതിരിക്കുക. ഹണി റോസിൻ്റെ പേരിൽ എന്ന് മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ പേരിലും നിങ്ങൾ അത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ ഇടരുത്. കേസെടുക്കും. കേസെടുത്ത ജാമ്യമില്ലാത്ത വകുപ്പാണ്. അകത്ത് പോവേണ്ടി വരും. കുറച്ച് നാളുള്ളിൽ കിടക്കേണ്ടി വരും. നാട്ടിലൊക്കെ നാണക്കേടാവും. ഞരമ്പൻ എന്ന വിളി വരും.